പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 7:33 വാക്യം, ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 33. യേശു, ഞാൻ ഇനി അല്പനേരം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുക ഇല്ല താനും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹീതമായൊരു വാക്ക്. യെരുശലേമിൽ ചിലർ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത്, അപ്പോൾ അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിൽ അവൻ്റെ നാഴിക വന്നിട്ടില്ലായാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, യേശുവോ, ഞാൻ ഇനി അല്പനേരം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഭൗമികമായ അല്ലെങ്കിൽ ഭൂമിയിലെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയും. ഞാൻ അല്പനേരം ഇനി നിങ്ങളോട് കൂടി ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ അല്പനേരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് നിൽക്കാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വലിയൊരു നിത്യത എന്ന വലിയൊരു കാഴ്ചപ്പാട് നമ്മുടെ അകത്തുണ്ട്, അല്ലേ? ആ നിത്യതയ്ക്കായിട്ടാണ് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിത്യതയുടെ ആ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധിക നേരം ഇവിടെയും അല്പനേരം കർത്താവിനോട് കൂടിയല്ല, അല്പനേരം നമ്മൾ ഈ ലോകത്തിൽ ഭൗമിക അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുടുംബം ഉണ്ടാവാം, നമുക്ക് ജോലി ഉണ്ടാവാം, നമുക്ക് കുഞ്ഞുങ്ങൾ പോറ്റേണ്ടതായിട്ട് വരാം, നമുക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട വരാം, നമുക്ക് ചിലരെയൊക്കെ എന്ത് ചെയ്യാം, ചില പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വന്നേക്കാം. അങ്ങനെ പല വിഷയങ്ങളും ഒക്കെ നമുക്ക് അല്പനേരത്തേക്കാണ്. എന്നാൽ അധിക നേരം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് നിത്യത എന്ന ഒരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ആ നിത്യമായ ജീവന് വേണ്ടി കരുതുന്ന, പ്രവർത്തിക്കുന്ന, ചെയ്യുന്നതാണ് ഏറ്റവും കൂടിയ ആ സമയം നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതും നമ്മുടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പലതും എല്ലാം ചെയ്യാനുള്ള സമയവും അതിൻ്റെ സാഹചര്യവും അതിൻ്റെ ക്രമീകരണങ്ങളും അതിൻ്റെ മറ്റുള്ള പല ഏടുകളും ഒക്കെ നമ്മൾ തിരിച്ച് അതിനെ കണ്ടെത്തി അതിന് എന്ത് ചെയ്യുന്നുണ്ട്? മുന്നേ കൂട്ടി തീരുമാനിച്ച് ആലോചിച്ചെല്ലാം ചെയ്യുന്നതാണ്. എന്നാൽ നിത്യതയുമായുള്ള അല്ലെങ്കിൽ നിത്യജീവനെ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ വളരെ പുറകോട്ടാണ്. ചിന്തിക്കുന്ന പോലും പലപ്പോഴും എല്ലാ ദിവസവും പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദിവസത്തിൽ ഒരു പ്രാവശ്യം പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ലാത്ത പല അനുഭവങ്ങളും നമുക്കുണ്ട്. എപ്പോഴാണ് ചിന്തിക്കുന്നത്? ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് ഒരാളുടെ മെസ്സേജ് ശ്രദ്ധിക്കുമ്പോൾ, ചർച്ചിൽ നമ്മൾ പോയി ഒരു ദൈവദാസൻ്റെ മെസ്സേജ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുമ്പോഴൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്, അല്ലേ? ദിവസത്തിൽ ഒരു പ്രാവശ്യം പോലും നമ്മൾ ചിന്തിക്കാതെ വിടുന്നൊരു ഭാഗമാണ് നിത്യത എന്ന വിഷയം. ഞാൻ പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് പ്രഭാതത്തിലും പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭൗമിക വിഷയങ്ങളുടെ വിഷയത്തെല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക, അല്ലേ? അടുത്തൊരു 5 വർഷത്തെ പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ട്. അടുത്ത 10 വർഷത്തേക്കുള്ള ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയി പഠിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്തായിത്തീരണം, ഇങ്ങനെ വലിയ പ്ലാനുകളിലൊക്കെ നമ്മൾ കരുതുമ്പോൾ നിത്യതയെക്കുറിച്ച് എത്ര പേര് ഇന്ന് പ്രഭാതത്തിലും കരുതുന്നുണ്ട്? കർത്താവ് യേശു പറഞ്ഞത്, ഞാൻ ഇനിയും അല്പനേരം നിങ്ങളോട്. അപ്പോൾ ഈ ലോകത്തിൽ അല്പനേരവും അധിക നേരം കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കേണ്ടതാണ്. അതിനായിട്ടുള്ള ഒരുക്കം ഇന്ന് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടട്ടെ. അത് മറന്നുപോയെങ്കിൽ അതിലേക്ക് നമുക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വചനത്തിനായി നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.